ഇനി എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കാനാണോ? നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾ കാരണം ഉറക്കം പോകുന്ന ഞങ്ങൾക്കാ. മാമ നസീർഖാനെ കാണാത്ത ദേഷ്യം മുഴുവൻ എന്നോട് തീർക്കുക. ഇന്നലെ രാത്രിയില് സ്വത്തുക്കൾ മുഴുവൻ എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞ് എന്നോട് ബഹളമായിരുന്നു. പിന്നെ മാമിയാണ് എന്നെ രാത്രി സത്യമ്മയുടെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയത്. പക്ഷേ അനൂപ് പറഞ്ഞു അവിടെ ഞാൻ സേഫ് അല്ല, ശാരദാമ്മയുടെ വീട്ടിൽ പോയി നിൽക്കാൻ. അതാ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. അതൊന്നും ശരിയാവില്ല. അല്ലെങ്കിൽ തന്നെ 100 പ്രശ്നങ്ങളാ ഇവിടെ. എല്ലാം നിങ്ങളായിട്ട് ഉണ്ടാക്കി വെച്ചതാ. അതിന്റെ കൂടെ ഈ ഒരു പ്രശ്നം കൂടി ഞങ്ങൾക്ക് താങ്ങാനാവില്ല. അതുകൊണ്ട് തുറന്നു പറയുന്നുണ്ട് മോളൊന്നും വിചാരിക്കരുത്. ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഞാൻ അവിടെ നിന്ന സത്യാമ്മയ്ക്കും അച്ഛനും മാമ ഒരു സ്വൈര്യവും കൊടുക്കില്ല. നസീറിക്ക് എന്നെ കാണാത്തന്റെ ചുരുക്കം മുഴുവൻ മാമ തീർക്കുകയും ചെയ്യും. പിന്നെ അവരെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. പിന്നെ തൊട്ടടുത്തല്ലേ, അതുകൊണ്ടാ അനൂപ് ഇവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞത്. എന്തൊക്കെ പറഞ്ഞാൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല. ശാരദാമ്മേ, ശാരദാമ്മേ, എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ. ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യണം? മോളെ, നീ ഞങ്ങളുടെ അവസ്ഥ കൂടി ഒന്ന് മനസ്സിലാക്കണം. നിങ്ങളുടെ രണ്ടുപേരുടെ ഈ ബന്ധത്തിന്റെ പേരിൽ ഏറ്റവും അധികം പഴി കേൾക്കേണ്ടി വരുന്നതും വളരെയധികം പ്രശ്നങ്ങൾ നേരിട്ടതും ഞങ്ങൾ രണ്ടുപേരും തന്നെയാ. ഇനി ഇതിന്റെ പേരിൽ വരുന്നതൊക്കെ താങ്ങാനുള്ള ശക്തി ഇല്ലാത്തോണ്ട് പറയാ, ഞങ്ങളെ ഒന്ന് വെറുതെ വിട്. ഇനി ഇതിന്റെ പേരിൽ ബലിയാടാവാൻ ഞങ്ങളില്ല. മോളിപ്പോ തന്നെ തിരിച്ചു പോ. ശാരദാമ്മേ, അനൂപ് പറഞ്ഞത്. അനൂപല്ല ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഞങ്ങൾക്ക് ഇപ്പൊ നിന്നെ ഇവിടെ കയറ്റി താമസിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങണം. വാ അങ്ങോട്ട്. ചോദ്യവും പറച്ചിലൊന്നുമില്ല. വേഗം ഇറങ്ങാൻ നോക്ക്. ഞാനിവിടെ നിൽക്കാനായിട്ടാ വന്നത്. നിക്കാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ എനിക്കൊരു കാര്യം അറിയണം. അത് നസീർക്കായ്ക്ക് എന്താ സംഭവിച്ചത്? എന്തോ കുഴപ്പമുണ്ടല്ലോ. ഇവിടെ അന്നേ ദിവസം നസീർക്ക വന്നെന്ന് എനിക്കറിയാം. ഞാൻ നസീർക്കനെ കണ്ടതുവാ.